ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി ലീവ്സ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക, ഒരു കട്ടൻ ചായയാണ് കേട്ടോ. എല്ലാവർക്കും അറിയണതായിരിക്കും അല്ലേ? അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കട്ടൻ ചായ തന്നെയാണ് എല്ലാവർക്കും അറിയണ പോലെ. എന്നാൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നമർത്തുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. അപ്പൊ 2 ഗ്ലാസ് ചായ നമുക്ക് ഇതിന്ന് കിട്ടും. അപ്പൊ ഇനി ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് അവിടെ കിടന്ന് തിളക്കട്ടെ, കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ചായപ്പൊടി കൂടെ ഇടാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിന്റെ കൂടെ നമ്മൾ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് സിനമൺ സ്റ്റിക്ക് അഥവാ കറുകപ്പട്ട. ഇതും കൂടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്ക് ഇത്തിരി നേരം ഒന്ന് സിമ്മിലിടാം. 1 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് തിളച്ച് അതൊക്കെ അതിൽ പിടിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്ന് ഒന്നും കൂടെ തിളച്ച പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു ചേരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മിന്റ് ലീവ്സ് ഇട്ട് കൊടുക്കണം, പുതിന ഇല. അതും വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. ബിരിയാണി ഒക്കെ കഴിച്ചാൽ നല്ലതായിരിക്കും. രാവിലെ ആയാലും ഒരു റിഫ്രഷ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ചായ വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ കുടിക്കുന്ന കട്ടൻ പോലെയല്ല, കുറച്ച് വ്യത്യാസമായിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമന്റ് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്